എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെട്ടികുളങ്ങര കുംഭഭരണി സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചും മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് അറിയാത്തവർ വിചാരിക്കും എങ്ങനെയാണ് അമ്പലത്തിലെ ഉത്സവത്തിന് ഒരു നോൺ വെജ് ആയിട്ടുള്ള കൊഞ്ചും മാങ്ങയും പ്രധാന വിഭവമാകുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൊഞ്ചും മാങ്ങയും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കൊഞ്ചും മാങ്ങ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കക്കൊഞ്ചാണ്. ഈ ഉണക്കക്കൊഞ്ച് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. നന്നായിട്ട് വറുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 4-5 ടേബിൾ സ്പൂൺ വരെ ആണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയതാണ് എങ്കിലും ഇതിൽ എവിടെയെങ്കിലും തലയും വാലും ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. തലയിൽ ഒരു മുള്ള് പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതാണ് തല. അത് നമുക്കൊന്ന് ഒടിച്ചെടുക്കാം. തലയും വാലും നമ്മൾ ഒടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ വറക്കാത്ത കൊഞ്ചാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ക്ലീനാക്കി എടുക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് കഴുകുമ്പം അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും. നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിൽ പ്രധാനപ്പെട്ടതാണ് പച്ചമാങ്ങ. നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ലത്. അപ്പോൾ അത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടങ്ങ് തൊലി ഫുള്ളായിട്ട് കളയണ്ട. അവിടെ എവിടെയായിട്ട് കളയുന്നതായിരിക്കും നല്ലത്. നമ്മൾ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മാങ്ങ അരിഞ്ഞെടുക്കേണ്ടത്. ഒരു മാങ്ങ എന്നുള്ളത് നമ്മൾ ഈ 4-5 ടേബിൾ സ്പൂൺ ഉണക്കക്കൊഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാനായിട്ട് അരകല്ലാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് പൊടികളും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാടങ്ങ് അരിഞ്ഞു പോയത് ചെറുതായിട്ടൊന്ന് ചതച്ച് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർക്കാതെയും ഉണ്ടാക്കാം, പക്ഷേ ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 പിടിയോളം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ കൊഞ്ച് ചേർത്തു. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, പിന്നെ ഇതിലേക്കൊരു 4-5 പച്ചമുളക് കീറിയതും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൈവച്ചിട്ടൊന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് മിക്സാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നന്നായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ചെറുതീയിലിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ കൊഞ്ചും മാങ്ങയും നന്നായിട്ട് തിളച്ച് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ച് എടുക്കണം. വെള്ളമൊക്കെ അവസാനം വറ്റി ഈ ഒരു പരുവം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല മണമുള്ള നാടനായിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. കുംഭഭരണി നാളിൽ കൊഞ്ചും മാങ്ങയും ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വളരെ പണ്ട് കാലത്ത് ഒരു അമ്മ
കൊഞ്ചും മാങ്ങയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കുംഭഭരണി ദിവസം. അപ്പോൾ അതേ ദിവസം ചെട്ടികുളങ്ങര അമ്മയുടെ ഘോഷയാത്ര അവരുടെ വീടിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഘോഷയാത്ര കാണണം എന്ന് ഈ അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ കൊഞ്ചും മാങ്ങയോട്ട് ശരിയായതുമില്ല. അങ്ങനെ അമ്മ ദേവിയോട് പ്രാർത്ഥിച്ചു, അമ്മയെ കാത്തോളിനെ, കുഞ്ചും മാങ്ങ കരിഞ്ഞു പോകാതെ നീ നോക്കിക്കൊണ്ടേ, എനിക്ക് ഘോഷയാത്ര കാണാതെ ഒരു നിർവാഹവുമില്ല. അങ്ങനെ അമ്മ ഘോഷയാത്ര കാണാനായിട്ട് പോയി. മടങ്ങി വന്നപ്പോൾ ഒരുപാട് നേരം വൈകി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, കൊഞ്ചും മാങ്ങയും അടുപ്പിൽ നിന്ന് വാങ്ങി പരുവത്തിന് വെന്ത് ഒരു ഇല വെച്ച് മൂടിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പൂവും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത്ഭുതപ്പെട്ടു പോയി, ഇതാരാണിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അവിടെ അമ്മയുടെ ഒരു പ്രസൻസ്, അതായത് ചെട്ടികുളങ്ങര അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായി. അങ്ങനെയാണ് ആ കുഞ്ചുമാങ്ങ അവിടെ റെഡിയായിരുന്നതെന്നാണ് ഐതിഹ്യം. അപ്പോൾ അന്നേ ദിവസം എല്ലാ സ്ത്രീകളും കുംഭഭരണി നാളിൽ കൊഞ്ചും മാങ്ങയും വീടുകളിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം അന്നേ ദിവസം ചെട്ടികുളങ്ങര അമ്മയുടെ ഒരു പ്രസൻസ് എല്ലാ വീട്ടിലും ഉണ്ടാകും എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൊഞ്ചും മാങ്ങയും എല്ലാ കുംഭഭരണി നാളിലും എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ കൊഞ്ചും മാങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഉണ്ടാക്കി നോക്കുക. കുംഭഭരണി വരും ദിവസങ്ങളിലാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്